മണല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പില്ല. അല്ലെങ്കിൽ എന്ത് നമ്മൾ നാളെ എന്തെങ്കിലും തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആക്കണം. പട്ടികാട്ടിലെങ്കിലും നമുക്കത് റെഡിയാക്കാം. ഏതാണ് അപ്പൊ കാര്യമുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ചിലപ്പോ കട്ടാവും. പിന്നെ ഗുഡ് മോർണിംഗ് സാർ. അടിപ്പടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഒന്ന് ആപ്പ് വെച്ചൊന്ന് കഴിക്കാനും പറയും. അവരോട് പറഞ്ഞാൽ മതി. നാളെ നമുക്ക് നാളെ വെക്കണ്ടായോ? ശരി, അതൊന്ന് വെക്കുമ്പോ പറയില്ല. ചിലപ്പോ ചെറുതെ വന്നിട്ട് മറ്റേ മുകളിൽ ചിലപ്പോ അറിയില്ല. ആരോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഫോണിൽ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട്. ഓക്കെ, ആരോ മിനിറ്റ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്തൊക്കെയാ വിശേഷം? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കൃത്യമായിട്ട്? അതോ ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? സോ ആതിര, ഇത് QCOM BTD, ഇയാളുടെ പേരെന്താണ്? ഗുഡ് മോർണിംഗ് അജയ്. അജയ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. വാണി ലക്ഷ്മി പാലക്കാട് ഗുഡ് മോർണിംഗ്. അരുൺ അരുൺ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. രാമി വെരി ഗുഡ് മോർണിംഗ്. അഞ്ജലി AV കേൾക്കുന്നുണ്ടാവും അല്ലേ? മോർണിംഗ്. ഫാത്തിമ തബ്ലിയുടെ സ്പീക്കർ ഓഫ് ആക്കി വെച്ചതാണോ അതോ ഓഫായി പോയതാണോ? മോർണിംഗ്. എങ്ങനെ പോകുന്നു നോമ്പൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഞങ്ങൾ നോമ്പ് തുറക്കാൻ വരുന്നുണ്ട് എല്ലാവരും കൂടെ. എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് വേറെ മറ്റു രക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ എല്ലാവരും എത്തിയത്? എപ്പോ സ്വാഗതം. ഓ, ആതിര, CK, ഉണ്ണിമേഘ, ഐശ്വര്യ, സുധീർ, മിഥുൻ രാജ്, എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാമല്ലേ? അത്യാവശ്യം മഴയൊക്കെ കിട്ടിയോ നാട്ടില്? ഭയങ്കര മഴ. ആർക്ക് എത്ര തവണ മഴ കിട്ടി? ഇവിടെ എനിക്ക് എന്റെ നാട്ടില് ആകെ ഒരു മഴ നട്ട് പെയ്തു. മഴ അയ്യോ, ഇവിടെ ഭയങ്കര മഴ ആണോ? സാർ. ഞങ്ങൾ ഈ നാട്ടുകാരിപ്പോ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാനൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ഒരിക്കലും 2 തവളകള് ഇങ്ങനെ പോവായിരുന്നു. ഈ ക്വാറന്റൈൻ ഒക്കെ അല്ലേ, അപ്പൊ ഭക്ഷണമൊന്നും കിട്ടാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരു ഫാക്ടറി. ആ ഫാക്ടറി എന്ന് പറയുന്നത് പാലിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മിൽമയുടെ പോലുള്ള ഫാക്ടറിയാണ്. ആ ഫാക്ടറിയുടെ വലിയൊരു പാല് വെച്ചിരിക്കുന്ന പാത്രം 2 തവള അടിച്ചതാണ്, മറ്റൊന്ന് കുറച്ച് മെലിഞ്ഞതാണ്. അവര് രക്ഷപ്പെടാൻ വേണ്ടി നീന്താൻ തുടങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി ആ പാത്രത്തിന്റെ എല്ലാ വക്കുമൊക്കെ നല്ല വഴുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നീന്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ തടിച്ച തവള പറഞ്ഞു, സുഹൃത്തെ, നമ്മൾ ഇനി വല്ലാണ്ട് കഷ്ടപ്പെടുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, ഈ ഫാക്ടറിയിൽ ഒരാൾ പോലും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം ഇതോടുകൂടി കഴിയുകയാണെന്ന് പറഞ്ഞു. അപ്പോ ആ മെലിഞ്ഞ തവള പറഞ്ഞു, നീ വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കും, കൈകാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ തടിച്ച തവള കുറച്ച് കഴിയുമ്പോ പിന്നെയും പറയും, അയ്യോ, നമ്മളെ കാര്യം ഏകദേശം കഴിഞ്ഞു, എനിക്കൊന്നും പറ്റുന്നില്ല, ക്ഷീണമാവുന്നുണ്ട്. അപ്പോഴും മറ്റേ തവള പറയുന്നു, സാരമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ആരെങ്കിലും ഒരു ശുഭ പ്രതീക്ഷയായിട്ട് ആരെങ്കിലും വരാണ്ടിരിക്കില്ല എന്ന് പറയുമ്പോഴും ഈ തവള
കുറെ കഴിയുമ്പോൾ പിന്നെയും പറയും, സുഹൃത്തെ ഇനി എന്നെ കൊണ്ട് വയ്യ, നമ്മൾ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും വരുന്നില്ല, ഞാൻ എന്തായാലും ഇനി നിർത്താൻ പോവാന്ന് പറഞ്ഞിട്ട് ആ തടിച്ച തവള നീന്തൽ നിർത്തിയിട്ട് നേരെ ആ പാലിന്റെ ഉള്ളിലേക്ക് മുങ്ങി. പക്ഷെ ആ മറ്റു തവള ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ കാലിന്റെ അടിയിൽ എന്തോ ഒരു കനം വരുന്ന പോലെ. അപ്പൊ എന്താ നോക്കിയപ്പോ ഇത്രയും നേരം ഇവരിങ്ങനെ ഇട്ട് കാലുകൊണ്ട് തുഴഞ്ഞ് ആ പാലിൽ നിന്ന് കടഞ്ഞെടുത്താൽ എന്താ കിട്ടുക? അപ്പൊ ആ വെണ്ണ കട്ടിയായിട്ട് മാറിയതാണ്. അപ്പൊ അങ്ങനെ അതിൽ ചവിട്ടി ആ തവള പുറത്തേക്ക് കടന്നു. സ്റ്റോറി സിമ്പിൾ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിൽ 2 തവള, നമ്മളൊക്കെ ഈ 2 തവളകളിലും പെടുന്ന ആളുകളാണ്. ഇതിൽ ഏത് തവളയാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മത്സര പരീക്ഷ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എന്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം നമ്മൾ കുറേ ശ്രമിക്കും, എന്നിട്ട് പറയാ എന്നെ കൊണ്ട് പറ്റില്ലത്. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. കുറേ തുഴഞ്ഞു നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ പരിപാടി നിർത്തി പോകുന്നത്. അപ്പൊ ആ കൂട്ടത്തിലേക്ക് ആവരുത് നിങ്ങൾ മറ്റേ തവളയെ പോലെ പരിശ്രമിച്ച് എന്തെങ്കിലും ഒരു ഹോപ്പ് കിട്ടും, എന്റെ നല്ല ശരിയായ ദിശയിലാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ നമുക്ക് എന്തായാലും അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാ ദിവസവും തുടങ്ങട്ടെ. ഇപ്പൊ ക്വാറന്റൈൻ ഡേയ്സിലൊക്കെ ആയതുകൊണ്ട് പഠനമൊക്കെ നല്ല രീതിയിൽ ചിലവരത് നടക്കുന്നുണ്ട്, ചിലരുടെ കുറച്ച് ഇതായിട്ട് നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നല്ല ഉഷാറായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് തന്നെ പോട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. പിന്നെ ക്ലാസ്സുകൾ ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ കംഫർട്ട് സോണിൽ തന്നെയാണ്. ഞാൻ എന്റെ കംഫർട്ട് സോണിലാണ്, ഞാൻ എന്റെ വീട്ടിലിരുന്നാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും ഒരു പെന്നും ബുക്കൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോ സ്ക്രീൻ ഷെയറിംഗിൽ ഇടാൻ പോവാണ്. എന്റെ ഫേസ് ഇനി ക്ലാസ് കഴിഞ്ഞ ശേഷം കാണാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലാസ് കഴിഞ്ഞ് ചോദിക്കാം, ഇതിന്റെ നോട്ട്സ് ഞാൻ തരും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കർണാട്ടിക് വാർസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പൊ കർണാട്ടിക് വാർസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ വാർ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി ഇതിനിടയ്ക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾ എല്ലാവരെയും തൽക്കാലത്തിന് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സോ കർണാട്ടിക് വാർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് കർണാട്ടിക് വാർസ്, എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ടുള്ളത്, മത്സര പരീക്ഷകളിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ അറിയാനുള്ളത്. സോ കർണാട്ടിക് വാർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആര് തമ്മിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, കർണാട്ടിക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ അത് കർണാടകയിലെ നവാബ് തമ്മിലോ അല്ലെങ്കിൽ കർണാടകയിലെ ആളുകൾ തമ്മിലോ ആയിരുന്നില്ല. ഇറ്റ്സ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി ഞങ്ങളുടെ റോളാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഏറ്റവും ഏർണിങ്സ് ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ഫിനാൻഷ്യൽ സുപ്രമസിക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നടന്ന സംഭവമാണ് കർണാട്ടിക് വാർസ്. ആര് തമ്മിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ഇനി കർണാട്ടിക് വാർസ് മൊത്തം 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കർണാട്ടിക് വാർസിൽ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് സംഭവിച്ചത്, ആരൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് പങ്കെടുത്തത്, മത്സര പരീക്ഷകളിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കർണാട്ടിക് വാർ വർഷം 1746 to 47 ആണ്. 1746 to 47 fought between English, French, East India companies ആണ് ഇൻ ഇന്ത്യ. അതായത്
ബ്രിട്ടീഷിനുണ്ട് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ചിനുണ്ട് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് വാർ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കർണാട്ടിക് വാർസ്. ഫസ്റ്റ് കർണാട്ടിക് വാർ വർഷം 1746 മുതൽ 48 വരെയാണ്. ആദ്യം ഞാൻ ഇതിന്റെ ഫാക്ടുകൾ പറഞ്ഞു പോകുന്നു. ഫാക്ടുകൾ പറഞ്ഞു പോയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വരച്ചുകൂടെ ഞാൻ ബോർഡിൽ എഴുതി കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ട്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കർണാട്ടിക് വാർ ഇന്ത്യയിൽ തുടങ്ങാനുള്ള ഏറ്റവും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ ആണ്. ഈ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇന്ത്യയിൽ നടന്ന സംഭവമല്ല. ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് അതിന്റെ എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളത്. ഓസ്ട്രിയയിലെ സക്സഷൻ വാർ ആണ്. അതായത് അടുത്ത ഭരണാധികാരി ആരാവണമെന്നുള്ള ഒരു 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 കൺഫ്യൂഷന്റെ മുകളിൽ നടന്ന വാറാണ് ഓസ്ട്രിയൻ വാർ. ഈ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷന്റെ ഭാഗമായിട്ട് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഓസ്ട്രിയയും പ്രഷ്യയും തമ്മിൽ, ആ പോയിന്റ് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ പറയുന്നുള്ളൂ, ഓസ്ട്രിയയും പ്രഷ്യയും തമ്മിൽ പ്രശ്നം നടന്നു. ഈ ഓസ്ട്രിയയും പ്രഷ്യയും രണ്ടും രണ്ട് ചേരിയിലായപ്പോ ഒരു കൂട്ടർ, അതായത് നമ്മുടെ ഇവിടെയുള്ള ഫ്രഞ്ച് കൂട്ടര് ഒരു ഭാഗത്തും ഇംഗ്ലീഷ് മറ്റൊരു ഭാഗത്തുമായി. ശരിക്കും പറയുകയാണെങ്കിൽ ഓസ്ട്രിയയുടെ ഭാഗത്ത് ബ്രിട്ടനും, ഞാനിവിടെ എഴുതാം, ഓസ്ട്രിയയും പ്രഷ്യയും തമ്മിലായിരുന്നു പ്രശ്നം. ഓസ്ട്രിയയുടെ ഭാഗത്ത് ബ്രിട്ടനും അതുപോലെ തന്നെ പ്രഷ്യയുടെ ഭാഗത്ത് ഫ്രാൻസുമായി. സോ ഇവർ തമ്മിലുള്ള യുദ്ധമാണ് ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷനിലെ രാജ്യങ്ങൾ ചേരിതിരിഞ്ഞാണ് യുദ്ധം ചെയ്തത്. അപ്പോ ഇന്റർനാഷണൽ ലെവലില് ബ്രിട്ടനും ഫ്രാൻസും എതിർചേരികളാണ്. അതേ സംഭവമാണ് ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യയിലും അതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് കർണാട്ടിക് വാർസ് നടക്കുന്നത്. സോ ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ പോയിന്റ്സ് ആദ്യം പറയുന്നു. ഇംഗ്ലീഷ് നേവി അണ്ടർ ക്യാപ്റ്റൻ ബ്രണ്ണറ്റ് captured some French ships. Okay, French Governor General of Pondicherry Dupleix captured Madras in 1746. ഇതിപ്പോ എഴുതിയെടുക്കണ്ട, അപ്പൊ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. Then Battle of Saint Thome in 1746 between French and Anwaruddin. Anwaruddin എന്ന് പറഞ്ഞ the Nawab of Carnatic on the banks of river Adayar. Then French defeated it easily. Then ഈ ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിക്കുന്നത് ട്രീറ്റി ഓഫ് എക്സില ചാപ്പൽ. അതായത് ട്രീറ്റി ഓഫ് എക്സില, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. ട്രീറ്റി ഓഫ് എക്സില ചാപ്പൽ ഇൻ 1748. അത് ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ എൻഡ് ചെയ്ത ട്രീറ്റിയാണ്. അതോടുകൂടി ഫസ്റ്റ് കർണാട്ടിക് വാറും ഇന്ത്യയിൽ എൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാം. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കർണാട്ടിക് വാർ. ഈ ഫസ്റ്റ് കർണാട്ടിക് വാറിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി പ്രഷ്യയും ഓസ്ട്രിയയും തമ്മിലുള്ള പ്രശ്നമുള്ള നമ്മുടെ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇവർ തമ്മിൽ ഒരു സുഖത്തിലല്ലായിരുന്നു. അങ്ങനെ ഈ മദ്രാസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള സംഭവമാണ്. ബ്രിട്ടീഷുകാരാണ് അവിടെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെയാണ് ഈ മാഹി അതുപോലുള്ള എന്താ പറയാ നമ്മുടെ പോണ്ടിച്ചേരി ഏരിയയൊക്കെ അവരുടെ കയ്യിലാണ്. അപ്പൊ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാല്, ബ്രിട്ടൻ ആരാണ് അറ്റാക്ക് ചെയ്തത്? ബ്രിട്ടൻ ഫ്രഞ്ചിന്റെ ഒരു ഷിപ്പ് പിടിച്ചെടുത്തു. ഓക്കെ, ബ്രിട്ടൻ ഫ്രഞ്ചിന്റെ ഒരു ഷിപ്പ് പിടിച്ചെടുത്തു. ഷിപ്പ് കണ്ടിട്ട് വേറെന്തോ പോലെ ഉണ്ടല്ലേ, സാരല്ല. ഓക്കെ, ബ്രിട്ടന്റെ ഒരു ഫ്രഞ്ചിന്റെ ഒരു ഷിപ്പ് ബ്രിട്ടൻ പിടിച്ചെടുത്തു. ബ്രിട്ടൻ പിടിച്ചെടുത്തപ്പോ ഇവിടെ ഫ്രഞ്ചിന്റെ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ഡൂപ്ലെക്സ് ആൺകുട്ടികൾക്കൊക്കെ നല്ല പരിചയമുള്ള പേരായിരിക്കും, കാരണം ഒരു ക്രിക്കറ്റ് കളിക്കാരുണ്ടല്ലോ, ഡൂപ്ലെക്സ്. അങ്ങനെ ഡൂപ്ലെക്സ് ആയിരുന്നു ഫ്രഞ്ചിന്റെ ഗവർണർ. സോ ഫ്രഞ്ചിന്റെ ഗവർണർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്, ഈ ബ്രിട്ടന് പ്രതികാരമായിട്ട് ഇദ്ദേഹം നേരെ മദ്രാസ് പോയി യുദ്ധം ചെയ്ത് മദ്രാസ് അങ്ങ് പിടിച്ചെടുത്തു. മദ്രാസ് പിടിച്ചെടുത്തപ്പോ ഈ ബ്രിട്ടീഷ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്രാസ് ബ്രിട്ടന് കൊടുത്ത ഒരാളുണ്ട്, കർണാട്ടിക്കിലെ നവാബായിട്ടുള്ള അൻവർ ഉദ്ദീൻ. അതായത് ഇദ്ദേഹം ആരാണ്? കർണാട്ടിക്കിലെ നവാബാണ്.
ഈ അൻവറുദ്ദീനോട് പോയിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന മദ്രാസ് ഫ്രഞ്ച് പിടിച്ചെടുത്തു. അപ്പോ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അത് നിങ്ങൾ തന്നെ പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങി തരണം എന്ന് പറഞ്ഞു. ആരോട്? അൻവറുദ്ദീനോട്. അൻവറുദ്ദീൻ ഇത് കേട്ടപ്പോ ഫ്രഞ്ച് ഗവർണർ ആയിട്ടുള്ള ഡുപ്ലേസിനോട് പോയിട്ട് പറഞ്ഞു, യു ഹാവ് ടു റീപ്ലേസ് മദ്രാസ്. മദ്രാസ് നിങ്ങൾ റീപ്ലേസ് ചെയ്യണം, അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഡുപ്ലേസ് എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഈ മദ്രാസ് ഞങ്ങള് ബ്രിട്ടീഷിന് എന്തായാലും തിരിച്ചു കൊടുക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഈ മദ്രാസ് ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ചു തരാം മദ്രാസ്. അപ്പോ അൻവറുദ്ദീൻ നമ്മളെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഈ മദ്രാസ് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡുപ്ലെക്സ് ഇത് കൊടുക്കാവുന്ന ഏറ്റെങ്കിൽ കൂടെ ഇത് കൊടുത്തില്ല, അൻവറുദ്ദീന് കൊടുത്തില്ല. അപ്പോ അൻവറുദ്ദീന് മനസ്സിലായി ഇയാള് പറ്റിച്ചതാണ്, അല്ലെങ്കിൽ ഇയാൾ തരാനൊന്നും ഉദ്ദേശമില്ല എന്ന് മനസ്സിലായി. ആൻഡ് അൻവറുദ്ദീൻ സെൻഡ് എ ലാർജ് ആർമി, വലിയൊരു ആർമി. അൻവറുദ്ദീൻ അന്ന് സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. He sent a large army to fight with Duplex, അതായത് ഫ്രഞ്ചിനായിട്ട്. ഫ്രഞ്ചിന് അന്നുണ്ടായിരുന്നത് വളരെ ചെറിയൊരു ആർമിയാണ്. സോ അൻവറുദ്ദീന്റെ ലാർജ് ആർമിയും ഫ്രഞ്ചിന്റെ സ്മോൾ ആർമിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് പിന്നീട് നടക്കുന്നത്. ആ യുദ്ധത്തിൽ എല്ലാവരും എന്തായാലും ഫ്രഞ്ച് ഉറപ്പിച്ചു, ഇത്രയും വലിയ ആർമി നമ്മളെ കൈകാര്യം ചെയ്യാൻ വരികയാണ്, എന്തായാലും തോൽവി ഉറപ്പിച്ചു, അവർ നമ്മളെ പിടിച്ചു വെക്കുന്നൊക്കെ ഉറപ്പിച്ചു. എങ്കിലും അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന പ്രയത്നം എന്ന രീതിയിൽ നമുക്ക് അവരോടൊന്ന് മുട്ടി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്, അൻവറുദ്ദീനും അതുപോലെ തന്നെ അൻവറുദ്ദീന്റെ ആർമിയും ഫ്രഞ്ച് ആർമിയും തമ്മിൽ ഏറ്റുമുട്ടി. ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പ്രതീക്ഷിച്ചു അൻവറുദ്ദീന്റെ വലിയ ആർമി ഇതിനെ പരാജയപ്പെടുത്തുന്നു. പക്ഷേ എന്തായത്, ഫ്രഞ്ചിന്റെ ചെറിയ ആർമി വലിയ അൻവറുദ്ദീന്റെ ആർമിയെ പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് ആളുകൾക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും വെൽ ട്രെയിൻഡ് അല്ലാത്ത, അതുപോലെ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആർമീസിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആർമി ചെറുതാണെങ്കിലും വലിയ ആർമികളെ പരാജയപ്പെടുത്താമെന്ന് മനസ്സിലായി. മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ആർമിയുടെ ഒക്കെ സ്ട്രെങ്ത് ഇത്രയേ ഉള്ളൂ എന്ന് മറ്റുള്ള ഈ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് തുറന്ന് കാണിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഫസ്റ്റ് കർണാട്ടിക് വാർ എൻഡ് ചെയ്യുന്നത് പിന്നെ എക്സിൽ ല ചാപ്പൽ എന്ന് പറയുന്ന ട്രീറ്റിയോട് കൂടിയിട്ടാണ്, എക്സില ചാപ്പൽ. അപ്പൊ ഈ ട്രീറ്റിയോട് കൂടിയിട്ട് ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിക്കുകയാണ്. ഈ ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിക്കുന്ന സമയത്ത് ഇത് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പറഞ്ഞു ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ നടക്കുന്നത്. അപ്പൊ അതും അവസാനിച്ചു, അതോടുകൂടി തന്നെയാണ് ഇവിടെ അവസാനിച്ചത്. അങ്ങനെ ഇവിടെ അവസാനിച്ച് എല്ലാവരും തമ്മിൽ റീസ്റ്റോർ ചെയ്ത് കളഞ്ഞു. ഓക്കെ, തമ്മിൽ പിടിച്ചെടുത്തതൊക്കെ തിരിച്ച് അങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും കൊടുത്തിട്ടാണ് ഈ ട്രീറ്റിയോട് കൂടി ഇത് അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി സെക്കൻഡ് കർണാട്ടിക് വാറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് നോക്കാം. ഇപ്പോ ഇവിടെ ഡുപ്ലെക്സ് ഉണ്ട്, അതായത് ഫ്രഞ്ച് ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്, അൻവറുദ്ദീൻ ഉണ്ട്. ഇവരാരെങ്കിലും തമ്മിലൊരു സൗഹൃദ ബന്ധത്തിനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഫ്രഞ്ചും അൻവറുദ്ദീനും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയോണ്ട് ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. പിന്നെ ഫ്രഞ്ചും ബ്രിട്ടനും തമ്മിലാണ് യുദ്ധം ചെയ്തുകൊണ്ട് ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. പിന്നെ അൻവറുദ്ദീനും ബ്രിട്ടനും തമ്മിൽ ഉള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു നോക്കൂ. ബ്രിട്ടന് മദ്രാസ് കൊടുത്ത അൻവറുദ്ദീനാണ്. മദ്രാസ് ഫ്രഞ്ച് പിടിച്ചെടുത്തപ്പോ നേരെ പോയി പറഞ്ഞത് അൻവറുദ്ദീനോടാണ്. അപ്പൊ ഇവിടെ ഒരു സൗഹൃദ ട്രീറ്റി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഫ്രണ്ട്സും ബാക്കി ഈ ടീംസ് ഒക്കെ തമ്മിൽ ശത്രുക്കളും ആയിട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കർണാട്ടിക് വാർ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കർണാട്ടിക് വാർ എത്രയേ ഉള്ളൂ. മദ്രാസിന്റെ ഫ്രഞ്ച് ഷിപ്പ് ആദ്യം ബ്രിട്ടീഷ് അറ്റാക്ക് ചെയ്തു. തിരിച്ച് ബ്രിട്ടീഷ് ഗവർണർ ആയിട്ടുള്ള ഡുപ്ലെ മദ്രാസ് പിടിച്ചെടുത്തു. അത് അൻവറുദ്ദീനോട് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. അൻവറുദ്ദീൻ നവാബിലെ കർണാടകയിലെ നവാബാണ്. അപ്പൊ അൻവറുദ്ദീൻ പോയിട്ട് ഡുപ്ലെക്സിനോട് പറഞ്ഞു ഇത് തിരിച്ചു കൊടുക്കണമെന്ന്. ഡുപ്ലെക്സ് കൊടുക്കും എന്ന് പറഞ്ഞെങ്കിലും പറ്റിച്ചു. അതുകൊണ്ട് തന്നെ അൻവറുദ്ദീൻ ഹി സെൻഡ് എ ലാർജ് ആർമി ടു ഡിഫീറ്റ് ഡുപ്ലെക്സ്. പക്ഷെ സംഭവിച്ചത് ഡുപ്ലെക്സിന്റെ ചെറിയ ആർമി അൻവറുദ്ദീന്റെ വലിയ ആർമിയെ പരാജയപ്പെടുത്തുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതോടുകൂടി പിന്നെ ട്രീറ്റി ഓഫ് എക്സില ചാപ്പൽ വഴി എന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങളിലൊക്കെ റീപ്ലേസ്ഡ് ആയി. ഓക്കെ, ക്ലിയർ ആയ കാര്യങ്ങളൊക്കെ?
നിങ്ങളൊക്കെ ഇവിടെ തന്നെ അല്ലേ? ഉറങ്ങിപ്പോയ എല്ലാവരും? ഹലോ ഹലോ Hello, sir. കട്ടായി പോയോ ഇടയ്ക്ക്? ഹലോ 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 സർ. ഇടയ്ക്ക് കട്ടായി പോയി തോന്നുന്നു. നിങ്ങൾക്ക് ഏതുവരെ കേട്ടു? മുഴുവൻ കേട്ടോ? മുഴുവൻ കേട്ടു. ഞാനിത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തതിനു ശേഷമാണോ കട്ടായത്? അതെ അതെ. ആ പറഞ്ഞത് മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഓക്കെ. ഇനി സെക്കൻഡ് കർണാട്ടിക് വാറിലേക്കാ പോകുന്നത്. ഞാൻ നിങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങിപ്പോയെന്ന് ചോദിച്ചു. ഇല്ല. ശരി. ഞാൻ അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പോ ഇനിയുള്ളത് നമുക്ക് സെക്കൻഡ് കർണാട്ടിക് വാറാണ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഇനി അഥവാ എന്റെ നമ്പർ നിങ്ങൾ ആരെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ കട്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒന്നുകിൽ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, അപ്പൊ എനിക്ക് കാണാം. ദെൻ വി മൂവ് ടു സെക്കൻഡ് കർണാട്ടിക് വാർ. വർഷം 1749 മുതൽ 1754 വരെ, 1749 to 1754. ഈ വർഷത്തിനിടയ്ക്കാണ് സെക്കൻഡ് കർണാട്ടിക് വാർ നടന്നത്. അപ്പൊ ഈ സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അൻവറുദ്ദീനും ഇംഗ്ലീഷുകാരും തമ്മിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ബന്ധമാണ്. അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഡ്യൂപ്ലെക്സ് ആണ്. ഈ യുദ്ധത്തിന്റെ സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ഇന്റർനാഷണൽ ലെവൽ ബോത്ത് ബ്രിട്ടൻ ആൻഡ് ഫ്രഞ്ച് വർ അറ്റ് പീസ്. അവർ തമ്മിൽ ഇന്റർനാഷണൽ ലെവലിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടന്നത് ഓൺലി ഫോർ ഫിനാൻഷ്യൽ സുപ്രമസി. അതായത് ഞങ്ങളാണ് ഇവിടെ ഏറ്റവും നല്ലത്, ഞങ്ങളാണ് അധികാരം, ഞങ്ങൾ കൈവരിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത്. സോ they participated in all local disputes. അതായത് ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ ഡിസ്പ്യൂട്ട്സിലും ആര് പങ്കെടുത്തു? ഈ പറയുന്ന ആളുകൾ പങ്കെടുത്തു. അതാണ് ആക്ച്വലി കർണാട്ടിക് വാറിനുള്ള പ്രത്യേകത. ഓക്കെ, അപ്പൊ കർണാട്ടിക് വാറിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. Then ഇവിടെ പറയുന്നു, പൊളിറ്റിക്കൽ അംബിഷൻ ഓഫ് ഡ്യൂപ്ലെക്സ് ഹാസ് സോട്ട് ടു ഇൻക്രീസ് ഫ്രഞ്ച് പവർ ഇൻ സൗത്ത് ഇന്ത്യ എയിംഡ് ഫിനാൻഷ്യൽ സുപ്രമസി. ദെൻ വാർ ഓഫ് സക്സഷൻ ഹൈദരാബാദ് ആൻഡ് കർണാട്ടിക്. കർണാട്ടിക്കിലെയും ഹൈദരാബാദിലെയും ഒരു ഇഷ്യൂല് ഇവര് ഏർപ്പെട്ടതാണ് ഈ ഒരു സംഭവത്തിനൊക്കെ കാരണം. ഹൈദരാബാദിൽ നടന്ന ഇതാണ്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹൈദരാബാദിലെ നൈസാം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നൈസാം ഒരു പദവിയാണ്. ഈ നവാബും നൈസാം ഒക്കെ ഓരോ പദവിയാണ്. നമ്മള് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ലക്ഷദ്വീപിന് ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്ന പോലെ ഒരു തലവനാണ് നവാബ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈദരാബാദിലെ തലവനാണ് നൈസാം എന്ന് പറയുന്നത്. അപ്പോ ഇൻ ഹൈദരാബാദ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് നൈസാം ഉൽ മുൽക്കിന്റെ മരണം, ഓക്കെ, അവിടെ എന്ത് നമ്മുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് ഇപ്പൊ തോന്നാവുന്ന സംഭവം എന്ന് വെച്ചാൽ വാർ ഓഫ് സക്സഷൻ ആണ്. അടുത്ത ഒരു ആളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി യുദ്ധമാണ്. അച്ഛൻ മകനും തമ്മിൽ മത്സരം. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മാവൻ മരുമകനെ കൊല്ലുന്നു. അങ്ങനെ കംപ്ലീറ്റ് എല്ലാവരും കൊന്നിട്ടാണ് അവര് ഇതിലേക്ക് വരുന്നത്. അത് നമുക്ക് ബാഹുബലി സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ? അതിലും വാർ ഓഫ് സക്സഷൻ ആണല്ലോ പിന്നീട് വന്നത്. രാജാവ് ആരാവണം എന്നുള്ള രീതിയിൽ സഹോദരങ്ങൾ തമ്മിൽ, അവർ പിന്നെ യഥാർത്ഥ സഹോദരങ്ങളല്ല സ്റ്റോറിയിൽ അങ്ങനെ. എങ്കിലും എല്ലായിടത്തും വാർ ഓഫ് സക്സഷൻ ആയിരുന്നു. ഒരു സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി യുദ്ധം മാത്രമായിരുന്നു അവരുടെ മുന്നിലെ വഴി.
ചതിയിലൂടെയും യുദ്ധത്തിലൂടെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ സ്ഥാനത്തേക്ക് വരാം. ഇവിടെയും സംഭവിച്ചത് ഹൈദരാബാദ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് നൈസാം ഉൽ മുൽക്ക് ഇൻ 1748 വാർ ഓഫ് സക്സഷൻ ബിറ്റ്വീൻ സൺ നാസിർ ജംഗ് ആൻഡ് ഗ്രാൻഡ് സൺ മുസഫർ ജംഗ്. അപ്പൊ നൈസാം ഉൽ മുൽക്ക് മരിച്ചപ്പോ ആ സ്ഥാനത്തേക്ക് വേണ്ടി നൈസാം എന്ന പദവിയിലേക്ക് വേണ്ടി മത്സരിച്ചത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള നാസിർ ജംഗും ഗ്രാൻഡ് സൺ ആയിട്ടുള്ള മുസഫർ ജംഗുമാണ്. ഇപ്പൊ തന്നെ ഏകദേശം മനസ്സിലായല്ലോ ആരൊക്കെ തമ്മിലാ മത്സരം എന്നുള്ളത്. അതുപോലെ ഈ കർണാടകയിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ പറഞ്ഞു അൻവറുദ്ദീൻ ആണ് അവിടുത്തെ നവാബ് എന്ന്. ഇൻ കർണാടകയിൽ ചന്ദ സാഹിബ് വിഷ് ഫോർ ദ നവാബ്ഷിപ്പ് ഓഫ് കർണാടക. അപ്പോ കർണാടകയിലെ നവാബായിട്ടുള്ള അൻവറുദ്ദീന്റെ സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരാളാണ് ചന്ദ സാഹിബ്. ഇനി ഇവര് തമ്മിൽ ഈ പ്രശ്നത്തിൽ എങ്ങനെ ഇവർ ഇടപെട്ടു എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടീം ഉണ്ടാക്കിയത് എങ്ങനെ നോക്കാം. നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ പാടത്തും പറമ്പിൽ കളിക്കുമ്പോൾ ടീം ഉണ്ടാക്കുന്നവർ നോക്കി നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഡുപ്ലെക്സ് എന്ന് പറയുന്നത് ആരാണ്? ഫ്രഞ്ച് ആണ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ആണ്. അപ്പോ ഡുപ്ലെക്സ് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ പണി തന്ന ആളെന്ന് പറയുന്നത് അൻവറുദ്ദീനാണ്. അപ്പോ തീർച്ചയായിട്ടും ഡുപ്ലെക്സും ഇവരും രണ്ടാളും രണ്ട് ടീമിലായിരിക്കും ഉറപ്പാണല്ലോ. അപ്പൊ ഡുപ്ലെക്സിന്റെ ടീമിലല്ല അൻവറുദ്ദീനുള്ളത്. പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. അപ്പൊ അൻവറുദ്ദീൻ ഡുപ്ലെക്സിനെതിരാണെങ്കിൽ അൻവറുദ്ദീനെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാവും? ഇംഗ്ലീഷ് ഉണ്ടാവും. പിന്നെ ചന്ദ സാഹിബും അതുപോലെ തന്നെ മുസഫർ ജംഗ്, നാസിർ ജംഗ്, അതുപോലെ മുസഫർ ജംഗിന്റെ കൂടെയും ഡുപ്ലെക്സ് നിന്നു. അപ്പൊ മുസഫർ ജംഗ് ചന്ദ സാഹിബ്, കാരണം ചന്ദ സാഹിബാണ് അൻവറുദ്ദീന്റെ പദവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആള്. സോ അയാളെ കൂടെയല്ലേ നിൽക്കേണ്ടത്, ഇവര് ശത്രു അല്ലേ. അതുപോലെ തന്നെ ഈ മുസഫർ ജംഗും നാസിർ ജംഗും സ്ഥലത്ത് വന്നു. അപ്പൊ ടീം രൂപപ്പെട്ടു. ഒന്ന് ഫ്രഞ്ച്, പിന്നെ മുസഫർ ജംഗ്, ചന്ദ സാഹിബ്, ഇംഗ്ലീഷ്, നാസിർ ജംഗ്, അൻവറുദ്ദീൻ. ഇതാണ് സംഭവം. ഇനി ഇതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ബാറ്റിൽ ഓഫ് ആംബൂർ 1749 എന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നതല്ലേ. ദ കമ്പൈൻഡ് ആർമി ഓഫ് മുസഫർ ജംഗ്, ചന്ദ സാഹിബ്, ഫ്രഞ്ച് ഡിഫീറ്റ് ആണ് കിൽഡ് അൻവറുദ്ദീൻ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതിന് മുമ്പായിട്ട് ഞാൻ ആ ഡീറ്റെയിൽഡ് സംഭവം എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ദാറ്റ്സ് ഗുഡ്. നമ്മുടെ ടീം നമ്മൾ പറയുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്കൊരു ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ടീം 1, ഗ്രൂപ്പ് 2. ഫസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ ഹൈദരാബാദിൽ നടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, പിന്നെ കർണാടകയിൽ നടക്കുന്ന ഇഷ്യൂ ഉണ്ട്. സോ ഫസ്റ്റ് ഹൈദരാബാദിൽ നമ്മൾ പറഞ്ഞു അവിടെ മുസഫർ ജംഗ്, പിന്നെ ആര് തമ്മിലാണ്? നാസിർ ജംഗ്. ഈ പേരുകള് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കുക കേട്ടോ. നാസിർ ജംഗ്, മുസഫർ ജാസിർ. കർണാടകയിൽ നമുക്കറിയാം ചന്ദ സാഹിബ്, അൻവറുദ്ദീൻ. ഇനി ഇവർക്ക് സപ്പോർട്ട് കൊടുത്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉറപ്പായിട്ട് നോക്കാം. ഇവിടെ നോക്കിയാൽ മതി. അൻവറുദ്ദീൻ ഉള്ളടത്ത് എന്തായാലും ആരുണ്ടാവില്ല? ഫ്രഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഫ്രഞ്ച് എവിടെയായിരിക്കും? ഫ്രഞ്ച്. ഇനി ഫ്രഞ്ചിന്റെ ഓപ്പോസിറ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ്. ഇതാണ് ടീം. ഓക്കെ, അപ്പൊ അൻവറുദ്ദീൻ ആരെ സപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നാസിർ ജംഗ്, അൻവറുദ്ദീൻ നാസിർ ജംഗ് ഹൈദരാബാദിലെ നൈസാം ആവുന്നതിന് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടീമിലേക്ക് ആര് വരില്ല? നാസിർ ജംഗ് വരില്ല. കാരണം നാസിർ ജംഗിന് ഫ്രഞ്ചിന്റെ ഈ ഒരു ടീമായി മാറി. ഇങ്ങനെയാണ് 2 സെറ്റ് ടീമായിട്ട് ഇവർ മാറിയത്. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്. ടീം ഇട്ട് കഴിഞ്ഞു, ഇനി കളിയിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. നല്ല രസമുള്ള കളിയാണ്. ശരിക്കും സിനിമയിലൊക്കെ നമ്മൾ സിനിമ ആക്കി കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ സംഭവമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഫസ്റ്റ് കളി തുടങ്ങി, റഫറി വിസിലടിച്ചു. ആദ്യം നടന്നത് ഇവര് ഈ കമ്പൈൻഡ് ആർമി, അതായത് മുസഫർ ജംഗ്, ചന്ദ സാഹിബ്, ഫ്രഞ്ച്, ഇവരെ 3 പേരുടെയും കമ്പൈൻഡ് ആർമി കിൽഡ് അൻവറുദ്ദീൻ. ക്ലിയർ ആയല്ലോ? കിൽഡ് അൻവറുദ്ദീൻ. സ്കോർ 1-0. അങ്ങനെ അൻവറുദ്ദീനെ കൊന്നതിന് ശേഷം പിന്നെ ആരെയാണ് ഇവർക്ക് ഈ പ്ലേസിൽ നവാബാക്കേണ്ടത്? ചന്ദ സാഹിബ് നവാബായി. ചന്ദ സാഹിബ് നവാബായി. ക്ലിയർ ആയല്ലോ?
പിന്നെ ഇതേ കമ്പൈൻഡ് ആർമി അടുത്ത ആളെ ലക്ഷ്യം വെച്ചു, നാസിർ ജംഗിനെ, ഇദ്ദേഹത്തിനെയും കൊന്നു. ദ സ്കോർ ഇസ് നൗ 2-0. ഇത് കണ്ട ഉടനെ അൻവറുദ്ദീന്റെ മകനായിട്ടുള്ള മുഹമ്മദ് അലി വേഗം രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തടി കേടാവെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം രക്ഷപ്പെട്ടു, നാട് വിട്ടുപോയി. ഓക്കെ, അങ്ങനെ ഫ്രഞ്ച് 2 ഭാഗവും ജയിച്ച് മുസഫർ ജംഗ് ഹൈദരാബാദിലെ നൈസാമായി. അതുപോലെ തന്നെ ചന്ദ സാഹിബ് നവാബായിട്ട് മാറി. സ്കോർ ഇസ് നൗ 2-0, 2-0 നിൽക്കുകയാണ്. ഓക്കെ, ഈ സമയത്ത് ഒരു അറ്റാക്കിലൂടെ ചന്ദ സാഹിബ് മരണപ്പെടുകയാണ്. അപ്പോ ചത്തത് കീചകനെങ്കിൽ അങ്ങനെ എന്തൊരു വാക്കുണ്ടല്ലോ. അപ്പൊ ചന്ദ സാഹിബ് മരണപ്പെട്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരായിരിക്കും? ബ്രിട്ടീഷ് തന്നെയായിരിക്കും. അങ്ങനെ ചന്ദ സാഹിബിനെ ഇവര് കൊല്ലപ്പെടുകയും ഇപ്പൊ കൊന്നിട്ട് മുഹമ്മദ് അലിയെ തിരിച്ചു കൊണ്ടുവരുന്നു. മുഹമ്മദ് അലി എന്ന് പറയുന്നത് അൻവറുദ്ദീന്റെ മകനാണ്. മുഹമ്മദ് അലിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് മുഹമ്മദ് അലിയെ നവാബാക്കി മാറ്റും, വീണ്ടും നവാബാക്കി മാറ്റും. അങ്ങനെ ഇങ്ങനെ സ്കോർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ 2-1 ആയി. സ്കോർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് ഇവർക്ക് കോൾ വന്നത്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അവിടെയുള്ള നാട്ടുരാജ്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടിട്ട് നശിപ്പിക്കാൻ പോയതാണോ? നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ട്രേഡ് നടത്താന്നുള്ളത്, ആവശ്യമില്ലാത്ത പരിപാടികൾ നടത്തരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് അതുവഴിയാണ്. അപ്പോ ഈ ഒരു സംഭവം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ഇവർ തമ്മിലുള്ള പ്രശ്നമല്ല, ബട്ട് ഇവിടെയുള്ള ലോക്കൽ പ്രൊവിൻസസിന്റെ ഡിസ്പ്യൂട്ടുകൾ ഇവരെ ഏർപ്പെട്ട് ചെയ്തതാണ്. അപ്പൊ നമുക്കറിയാം മുസഫർ ജംഗും ചന്ദ സാഹിബ് ഫ്രഞ്ച് ഇവർ തമ്മിലുള്ള ഈ ഇഷ്യൂസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ആ ഒരു ചാർട്ട് അതുപോലെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് മനസ്സിലേക്ക് കയറുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ നോട്ട്സിലേക്ക് തിരിച്ചു പോവാം. ബാറ്റിൽ ഓഫ് അംബൂർ. ഈ ബാറ്റിൽ ഓഫ് അംബൂർ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ബാറ്റിൽ ഓഫ് അംബൂറിൽ വെച്ചിട്ടാണ് അൻവറുദ്ദീൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ കമ്പൈൻഡ് ആർമി ഓഫ് മുസഫർ ജംഗ്, ചന്ദ സാഹിബ്, ഫ്രഞ്ച് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് അൻവറുദ്ദീൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഗോൾ 1-0 സ്കോർ ആയത് അൻവറുദ്ദീനെ കൊന്നപ്പോഴാണ്. Then Nasir Jang lost his life in an encounter. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കോർ ഇസ് 2-0 ഞാൻ പറഞ്ഞു. Then മുസഫർ ജംഗ് അപ്പോയിന്റഡ് സുബൈദാർ ഓഫ് ഡെക്കാൻ, ചന്ദ സാഹിബ് became നവാബ് ഓഫ് കർണാടക. അപ്പോൾ പറഞ്ഞു ഫ്രഞ്ചിന്റെ 2 ആളുകളും നോമിനേറ്റ് ചെയ്ത ആളുകളും വിജയിച്ചു. Then ചന്ദ സാഹിബ് വാസ് മർഡർഡ് ബൈ ഇംഗ്ലീഷ് സപ്പോർട്ടഡ് ബൈ രാജ ഓഫ് തഞ്ചൂർ. അതായത് ഞാൻ പറഞ്ഞു ചന്ദ സാഹിബ് കൊന്നതോടുകൂടി സ്കോർ 2-1 ആയി എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ഡ്യൂപ്ലെക്സിനെ തിരിച്ചു വിളിച്ചു ആൻഡ് ഗൊഡേഹ്യു അപ്പോയിന്റ് ആസ് ന്യൂ ഗവർണർ ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ. അപ്പൊ ഡ്യൂപ്ലെക്സിനെ തിരിച്ചു വിളിക്കുകയും ഗൊഡേഹ്യുവിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. ഇൻ 1755 ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിച്ചത് ഏത് ട്രീറ്റിയോട് കൂടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റണം. ഇൻ 1755 ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി. ഓക്കെ, ഇത് സൈൻ ചെയ്തത് ദ 2 കമ്പനീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഈ 2 കമ്പനി, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ 1755 സൈൻ ചെയ്ത ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി പ്രകാരമാണ് സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിച്ചത്. ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിച്ചത് ട്രീറ്റി ഓഫ് എക്സില ചാപ്പൽ. സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിപ്പിച്ചത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി ഇൻ 1755. Then English appointed Muhammad Ali, son of Anwaruddin, as the Nawab of Carnatic. The score is now 2-1. Clear ആയല്ലോ? ഇത്രയാണ് നമുക്ക് സെക്കൻഡ് കർണാട്ടിക് വാർസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി തേർഡ് കർണാട്ടിക് വാർ ആണ്. തേർഡ് കർണാട്ടിക് വാറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോ 2 കർണാട്ടിക് വാറിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിൽ നല്ലോണം ഓർത്തിരിക്കുക. തേർഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ഇനി ആര് ഭരിക്കണം എന്ന് തീരുമാനമായിട്ടുള്ള, ബ്രിട്ടീഷ് ആണോ ഫ്രഞ്ച് ആണോ എന്ന് തീരുമാനമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. സോ അതിലേക്ക് പോവാം. ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഔട്ട്ബ്രേക്ക് ഓഫ് 7 years വാർ ഇൻ യൂറോപ്പ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. അപ്പം ആദ്യത്തേന് ഇന്റർനാഷണൽ ലെവലിൽ ഒരു കാരണം ഉണ്ടായിരുന്നു, മൂന്നാമത്തതിനും ഇന്റർനാഷണൽ ലെവലിൽ കാരണം ഉണ്ടായിരുന്നു. ഔട്ട്ബ്രേക്ക് ഓഫ് 7 years വാർ ഇൻ യൂറോപ്പ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഔട്ട്ബ്രേക്ക് ഓഫ് 7 years വാർ ഇൻ യൂറോപ്പ് ആണ് റീസൺ എന്ന് പറയുന്നത്. ദെൻ ഫ്രഞ്ച് സെന്റ് കൗണ്ട് ഡി ലല്ലി ആസ് ദ ഗവർണർ. അതായത് നമ്മുടെ ഗൊഡേഹ്യു മാറി, ആദ്യം ഉണ്ടായിരുന്നത് ഡുപ്ലെക്സ് ആണ്, അത് കഴിഞ്ഞിട്ട് ഗൊഡേഹ്യു മാറി, കൗണ്ട് ഡി ലല്ലി.
കൗണ്ട് ഡി ലല്ലി. നല്ല ഓമന പേരാണ്, നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ് ലല്ലി. കൗണ്ട് ഡി ലല്ലി, കൗണ്ട് ഡി ഒഴിവാക്കിയാൽ മതി. ഫ്രഞ്ച് സെൻഡ് കൗണ്ട് ഡി ലല്ലി ആസ് ഗവർണർ. ദെൻ പിന്നെ നമുക്കറിയാം 1757 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി വാറിൽ സിറാജ് ഉദ്ദൗള ഡിഫീറ്റഡ് ബൈ ഇംഗ്ലീഷ് ഇൻ 1756 ആൻഡ് ക്യാപ്ചർഡ് ബംഗാൾ. അപ്പൊ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാല് ആ 7 years വാർ യൂറോപ്പിൽ ബ്രോക്ക് ഔട്ട് ആയി. ഫ്രഞ്ച് ആ സമയത്ത് കൗണ്ട് ഡി ലല്ലിനെ അയച്ചു. ഇതേ സമയത്ത് ബ്രിട്ടീഷുകാര് ബംഗാളിൽ ഇടപെട്ട് ബാറ്റിൽ ഓഫ് പ്ലാസി വഴി സിറാജ് ഉദ്ദൗളയെ കൊന്നിട്ട് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ പിടിച്ചെടുത്തു. ഈ ബംഗാൾ പിടിച്ചെടുത്ത സമയത്ത് അതിൽപ്പെട്ട ഒരു സംഭവമാണ് ചന്ദ്രനഗർ എന്ന് പറയുന്നത്. ചന്ദ്രനഗർ, ഈ ചന്ദ്രനഗർ ആരുടെ അധീനതയിലായിരുന്നു വെച്ചാൽ ഫ്രഞ്ചിന്റെ അധീനതയിലാണ്. അപ്പൊ ഫ്രഞ്ച് പിടിച്ചെടുത്തപ്പോ ബംഗാൾ പിടിച്ചെടുത്തപ്പോ കൂടെ ഏതും പോയി, ചന്ദ്രനഗറും പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് നോ എഫക്റ്റീവ് മൂവ്മെന്റ് ഫ്രം ഫ്രഞ്ച് ടുവേർഡ്സ് ഇംഗ്ലീഷ്. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റുകളോ യുദ്ധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദെൻ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദിസ് ക്ലാസ്, ദ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. ഈ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് ആണ് തീരുമാനിച്ചത് ഇവിടെ ആര് ഭരിക്കണം ഭരിക്കേണ്ട എന്നുള്ളത്. ഇൻ 1716 സർ അയർകോട്ട് ആണ് ഇംഗ്ലീഷിന്റെ ജനറൽ ഡിഫീറ്റഡ് ഫ്രഞ്ച് ആൻഡ് ക്യാപ്ചർഡ് ഓൾ ഫ്രഞ്ച് ടെറിട്ടറീസ്. ഈ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് 1760 സർ അയർകോട്ടിന്റെ നേതൃത്വത്തില് ഇംഗ്ലീഷ് ആരെ തോൽപ്പിച്ചു? ഫ്രഞ്ചിനെ തോൽപ്പിച്ചു. മാത്രമല്ല ഫ്രഞ്ചിന്റെ എല്ലാ ടെറിട്ടറീസും പിടിച്ചെടുത്തു. ആകെ 1-2 ടെറിട്ടറി കൊടുത്തു. എന്നിട്ട് തേർഡ് കർണാട്ടിക് വാർ എൻഡഡ് വിത്ത് ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1763. അതായത് 7 years വാർ അവസാനിച്ചതും ട്രീറ്റി ഓഫ് പാരീസ് വഴിയാണ്. ഈ ഇതുവഴി ഫ്രഞ്ചിനോട് പറഞ്ഞത് ഇനി മേലാൽ ഒരു സൈന്യത്തിനെ നിങ്ങൾ വെക്കാൻ പാടില്ല, ഇവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല, ഇവിടെ നിങ്ങൾ ട്രേഡ് നടത്തുന്നതൊക്കെ അണ്ടർ കൺട്രോൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് കൂടുതൽ താല്പര്യമുള്ള അമേരിക്ക ഭാഗത്തുള്ള സാധനങ്ങൾ ഫ്രഞ്ചിന് എപ്പോഴും താല്പര്യം അവിടെയായിരുന്നു. അവിടേക്ക് വിട്ടുകൊടുത്ത് എന്തായാലും ഇവിടെ അവരെ ഒതുക്കി കളഞ്ഞോടുകൂടി ഇവിടുത്തെ കംപ്ലീറ്റ് റൂൾ ഇനി അങ്ങോട്ട് ഇന്ത്യയില് ഭരിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ആണെന്ന് തീർച്ചയായും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കണ്ട സംഭവങ്ങളൊക്കെ 1947 വരെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. അപ്പൊ ഇതോടുകൂടിയാണ് ഇവിടെ ഇന്ത്യയില് ബ്രിട്ടീഷ് ഭരണം നല്ല തെറോ ആയിട്ട് നടന്നത്. അപ്പൊ ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് ഇൻ 1760 ആണ് അതിന് ഏറ്റവും ബേസ് ആയിട്ടുള്ള സംഭവം എന്ന് എപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെ തേർഡ് കർണാട്ടിക് വാസ് എൻഡഡ് വിത്ത് ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1763 എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് 3 കർണാട്ടിക് വാർസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഫാക്ട്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് 3 കർണാട്ടിക് വാർസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഫാക്ട്സും. ഇനി ഞാൻ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. എന്റെ കയ്യിൽ അതിന്റെ നോട്ട്സ് ഉണ്ട്. അപ്പൊ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ അയച്ചു തരാം. പിന്നെ അതിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ ഓക്കെ. വേറെ ആരും പുതിയ ജോയിനിങ് റിക്വസ്റ്റ് ഒന്നുമില്ലല്ലോ, നോക്കട്ടെ. മൂന്ന് പേരുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്തേക്ക് പോയാലോ? ഇനി നമുക്ക് മൈസൂർ വാറാണ്. മൈസൂർ വാർ എന്ന് പറയുന്നത് ഒരേ സമയം ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് തന്നെ ഒരു പക്ഷെ ലജ്ജ തോന്നാവുന്ന ഒരു യുദ്ധമാണ് മൈസൂർ വാർ എന്ന് പറയുന്നത്. മൈസൂർ വാർ എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ആരൊക്കെ തമ്മിലാണ്? ഒന്ന് മൈസൂർ കിങ്ഡവും വിത്ത് ബ്രിട്ടീഷും മൈസൂരും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അപ്പൊ അതിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ അതുപോലെ തന്നെ നോട്ട്സ് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ സ്ക്രീൻ ഷെയറിങ് ആകുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് കാണാനും പറ്റും. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സ്ക്രീൻ ഓഫ് ആക്കാം.
Okay, first Anglo-Mysore War. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. ഈ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം CGL ചോദിച്ച ചോദ്യമുണ്ട്. അതായത് മൈസൂർ കിങ്ഡത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരായിരുന്നു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഓപ്ഷനില് ഹൈദരലി, ടിപ്പു സുൽത്താൻ ഈ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒക്കെ റൂട്ട്സ് ഉണ്ടാവും. പക്ഷെ യഥാർത്ഥ ആൻസർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വൊഡയാർ ഫാമിലി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. യഥാർത്ഥ മൈസൂറിന്റെ അധികാരികൾ, അവകാശികൾ എന്ന് പറയുന്നത് വൊഡയാർ ഫാമിലിയാണ്. അത് ഓർത്തിരിക്കുക, വൊഡയാർ ഫാമിലി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ വൊഡയാർ ഫാമിലി പിന്നെ എവിടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വൊഡയാർ ഫാമിലി മൈസൂര് റൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആർമിയിലെ ഒരു മെമ്പർ ആയിരുന്നു ഹൈദർ അലിയുടെ പിതാവ്. അതിനുശേഷം ഹൈദർ അലി അവിടുത്തെ ആർമിയിലെ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ വിൽ പവർ കൊണ്ട് അദ്ദേഹം അവിടുത്തെ ആർമിയുടെ ഹെഡായി. പിന്നെ ആർമിയുടെ ഹെഡായി. ഒരു മിനിറ്റ്, ഒരു കോൾ ഉണ്ട്. ഹലോ. ആ ആ ഞാനൊന്ന് ഒന്ന് നിങ്ങൾ അയച്ചോളൂ. ശരി. അത് അവരുടെ പോസ്റ്റിന്റെ മുകളിലൊരു 3 ഡോട്ട്സ് ഉണ്ടാവും. അത് നോക്കിയിരുന്നാൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ലിങ്ക് ഉണ്ടാവും. അത്രേ. അതെ അതെ അതെ, അങ്ങനെയാണ് അത് ഹിറ്റായത്. ആയിക്ക് ഞാൻ നോക്കാം കേട്ടോ. ആയിക്കോട്ടെ. ശരി. ഓക്കെ. സോറി, ഒരു അർജന്റ് ഫോളോ വന്നു. സോ മൈസൂർ കിങ്ഡത്തിന്റെ വൊഡയാർ ഫാമിലി ആണെന്ന് ഞാൻ പറഞ്ഞു. വൊഡയാർ ഫാമിലി എന്നുള്ള പേര് പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങനെ സ്വന്തം കഴിവ് കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും മൈസൂർ കിങ്ഡത്തിന്റെ തലവനായിട്ടുള്ള ആളാണ് ഹൈദർ അലി എന്ന് പറയുന്നത്. മൈസൂർ രാജാവ് മരിച്ച ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ ഞാനാണ് മൈസൂർ രാജാവ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മൈസൂറിന്റെ തലപ്പത്തേക്ക് ഈ പറയുന്ന ഹൈദർ അലി, ടിപ്പു സുൽത്താൻ ടീംസിന്റെ വരവ് എന്ന് പറയുന്നത്. സോ ഹൈദർ അലി 1721 മറ്റാണ് ജനം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഫസ്റ്റ് മൈസൂർ വാറിലേക്ക് പോവാം. ഫസ്റ്റ് മൈസൂർ വാർ. ഈ ഫസ്റ്റ് മൈസൂർ വാറിന്റെ റീസൺസ്, സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഹൈദർ അലിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നത്, കാരണം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു അൻവറുദ്ദീന്റെ വലിയ ആർമിയെ ചെറിയൊരു ഫ്രഞ്ച് ആർമി പരാജയപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിന് ആർമി സ്ട്രെങ്തൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഹി റിക്രൂട്ടഡ് സം ഫ്രഞ്ച് സോൾജേഴ്സ് ടു ഹിസ് ആർമി. അദ്ദേഹത്തിന്റെ ആർമിയിലേക്ക് കുറെ ഫ്രഞ്ച് സോൾജേഴ്സിനെ അദ്ദേഹം റിക്രൂട്ട് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്തു. അത് മാത്രമല്ല, in 1755 he started a modern arsenal at ദിണ്ടിഗലില് അദ്ദേഹം ഒരു പുതിയ ആയുധപ്പുര സ്റ്റാർട്ട് ചെയ്തു, മോഡേൺ ആർസണൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഫുള്ള് നാട്, അദ്ദേഹത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം മെനക്കെട്ടിട്ടുണ്ട്. അതുപോലെ മലബാർ അടക്കം കീഴടക്കേണ്ടത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്, കോഴിക്കോട് വന്നിട്ടുണ്ട്, കോഴിക്കോട് സാമൂതിരിനെ കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം വരെ കീഴടക്കാൻ, കേരളം മൊത്തം മൈസൂരിലേക്ക് ചേർക്കാനുള്ള യാത്രയിലെ ഇടയിലാണ് പെരിയാറില് അദ്ദേഹം എത്തിയപ്പോ പെരിയാറിൽ അന്ന് ഫ്ലഡ് വന്നു. പെരിയാറിൽ ഫ്ലഡ് വന്ന സമയത്ത് അദ്ദേഹത്തിന് പെരിയാറ് കടക്കാൻ കഴിയാതെ വന്നത് കൊണ്ട് മാത്രമാണ്
ഇന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ നിലവറ, ബി നിലവറ, സി നിലവറയൊക്കെ ഇപ്പോഴും ഭദ്രമായിട്ടിരിക്കുന്നു. എല്ലാം അല്ലെങ്കിൽ ഒക്കെ മദ്രാസിൽ അല്ല മൈസൂരിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് പോയി മലബാർ അടക്കമുള്ള എല്ലാം കീഴടക്കി. ഞാൻ നോക്കട്ടെ, അദ്ദേഹത്തിന്റെ ഞാനൊരു മാപ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണുമോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത് നോക്കി ഈ മാപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇതിൽ നോക്കി അറിയാം ഇന്നത്തെ മൈസൂരും അന്നത്തെ മൈസൂരും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ മൈസൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഏരിയ മാത്രമാണ്. മംഗലാപുരമൊക്കെ കഴിഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് കർവാർ കാണാം, കേലാടി, ബിന്ദാനൂർ, മാംഗ്ലൂർ. ഇതാ ഈ മാംഗ്ലൂരിന്റെ കുറച്ചപ്പുറത്തുള്ള അല്ലെങ്കിൽ മൈസൂർ നമുക്ക് അങ്ങനെയുള്ള ഒരു ഏരിയ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ അന്നത്തെ മൈസൂർ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ എത്ര ഉണ്ടെന്ന്. ഇന്നത്തെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെ പകുതി. കേരളം നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് ഇത് വരച്ച് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ശരി. ഇവിടെ നോക്കാം, കേരളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കേരളമാണത് കണ്ടോ. കേരളത്തിന്റെ പകുതിയിലധികവും തമിഴ്നാടിന്റെ ഇത്രയും ഭാഗവും അന്നത്തെ ആന്ധ്ര, ഇന്നത്തെ മോഡേൺ ഇതിൽ വരുമ്പോൾ അതിന്റെ ബൗണ്ടറി വരെ എങ്ങനെയാണ്, നമ്മുടെ വയനാട്ടിൽ വന്നിട്ടല്ലേ ചേരുക. അപ്പം ഇത്രയും ഭാഗം, അതുപോലെ ആന്ധ്ര, എല്ലാത്തിന്റെയും ഏരിയ ഇതിൽ മെജോറിറ്റിയും പിടിച്ചെടുത്ത ആളാണ് ഇത്ര ഏരിയ. അപ്പൊ ഇതാണ് മൈസൂർ എന്ന് പറയുന്നത്, ഇതാണ് മൈസൂരിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും അതിന്റെ നിലവറയും ട്രാവൻകൂർ ഒക്കെ കിടക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഈ പെരിയാറിൽ ഫ്ലഡ് വന്നത് കാരണം ഇദ്ദേഹത്തിന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്നൊക്കെ യുദ്ധത്തിന് വരിക പറഞ്ഞാല് മാക്സിമം റിസോഴ്സസ് കയ്യിൽ പിടിച്ച് കുതിരകളെയും അല്ലെങ്കിൽ കുതിരവണ്ടി അങ്ങനത്തെ ഇതിലൊക്കെ ആണല്ലോ അവർ വരാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫ്ലഡ് കാരണം ഇവിടെ കടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ഭാഗം പ്രൊട്ടക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ അതും പോയേനെ. ഓക്കെ, അപ്പൊ ഞാനത് മൈസൂരിന്റെ കിങ്ഡം കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോ അതൊക്കെയാണ് നമ്മുടെ ഇദ്ദേഹത്തിനെ കുറിച്ച് വളരെ പറയാനുള്ളത്. ഇനി എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുന്ന രണ്ടുപേരാണ് മറാത്താസും നൈസാമും. കാരണം രണ്ടുപേരും അയൽവാസിയാണ്. നൈസാം ഹൈദരാബാദ്, പിന്നെ മറാത്ത, ഇവർ രണ്ടുപേരും അയൽവാസികളായതുകൊണ്ട് ഈ ടിപ്പു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോ വേണേലും പിടിച്ചെടുക്കും, അല്ലെങ്കിൽ അവരെ പിടിച്ചെടുത്ത് എല്ലാവരുടെയും ചിന്ത എങ്ങനെ എന്റെ ടെറിട്ടറിയുടെ വലുപ്പം കൂട്ടാന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ മറാത്താസും നൈസാമും ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ഹൈദർ അലിയെ തുരത്താൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ ഇത് മനസ്സിലായി ഹൈദർ അലിക്ക്. സീക്രട്ട്ലി ഹൈദർ അലി മെയ്ഡ് ആൻ അലയൻസ്, സീക്രട്ട് അലയൻസ് വിത്ത് നൈസാം ആൻഡ് മറാത്താസ്. അങ്ങനെ ഈസി ആയിട്ട് ബ്രിട്ടീഷുകാർ ആ ഉദ്യമത്തിൽ തോൽപ്പിച്ചു. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത്. ടിപ്പു ഡിഫീറ്റ് ചെയ്തു ജനറൽ സ്മിത്തിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ടീമിനെ ഹൈദർ അലി പരാജയപ്പെടുത്തി. അങ്ങനെ ഈ സമയത്ത് തന്നെ ബ്രിട്ടീഷുകാർ, ഞാൻ പറഞ്ഞല്ലോ മദ്രാസ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? ബ്രിട്ടീഷിന്റെ കയ്യിലാണ്. അങ്ങനെ ടിപ്പു മദ്രാസിനെ ലക്ഷ്യമാക്കിയൊക്കെ മൂവ്മെന്റ് നടത്തിയതോടുകൂടി ബ്രിട്ടീഷുകാര് ഫോഴ്സ്ഡ് ടു മെയ്ഡ് ആൻ അലയൻസ് വിത്ത് ഹൈദർ അലി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടിപ്പു എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ഫോഴ്സ്ഡ് ടു മെയ്ഡ് ആൻ അലയൻസ് വിത്ത് ഹൈദർ അലി. അങ്ങനെ ഹൈദർ അലിയും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കി. ആ അലയൻസിന്റെ മുകളിലാണ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ അവസാനിച്ചത്. അതിന്റെ പേരാണ് ട്രീറ്റി ഓഫ് മദ്രാസ്. ഓർത്തിരിക്കണം, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിച്ചത്
ട്രീറ്റി ഓഫ് മദ്രാസോടുകൂടിയാണ് ഇൻ 1769 1769 ഇത് പ്രകാരം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഈ ട്രീറ്റി ഓഫ് മദ്രാസ് അവസാനിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാര്. നമ്മൾ ഇനി മുതൽ ഞങ്ങളും, അതായത് ബ്രിട്ടീഷും മൈസൂരും തമ്മിൽ ഇനി ഒരു ഭയ്യ ബന്ധമാണ്, ഞങ്ങൾ ചങ്ക് കട്ട ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി മറാത്താസിനോട് പറഞ്ഞു, മറാത്താസ് നിങ്ങളോ നൈസാം നിങ്ങളോ ഹൈദരലി അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഹൈദരലിക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആരുണ്ടാവും? ഞങ്ങൾ ഉണ്ടാവുമെന്ന് ബ്രിട്ടീഷുകാര് ഈ ഒരു ട്രീറ്റി ഓഫ് മദ്രാസിൽ ഹൈദരലിയോട് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് കൊടുത്തതോട് കൂടിയിട്ടാണ് ഈ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കുന്നത്. ദെൻ മൂവ് ടു സെക്കൻഡ് ആംഗ്ലോ മൈസൂർ. സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൽ പറയുന്ന കാര്യം, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാറിൽ പറഞ്ഞ ട്രീറ്റി ഓഫ് മദ്രാസ് പ്രകാരം മറാത്താസോ നൈസാമോ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാവും? ബ്രിട്ടീഷുകാരുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഇൻ 1771 1771 മറാത്താസ് അറ്റാക്ഡ് ഹൈദരലി അറ്റാക്ഡ് മൈസൂർ. പക്ഷേ ഇംഗ്ലീഷുകാര് ഉള്ളിൽ പകയുള്ള ആളുകളായിരുന്നു. അവര് പറഞ്ഞു തൽക്കാലം അവർക്ക് 2 എണ്ണം കിട്ടുന്നവരെ നമുക്ക് മിണ്ടാണ്ടിരിക്കാന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു? നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഉണ്ടാവില്ലേ, അവന് 2 എണ്ണം കിട്ടേണ്ടത് ആവശ്യമോ, 2 എണ്ണം കിട്ടിയിട്ട് നമുക്ക് ഇടപെടാന്ന് പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ പക്ഷെ ഇടപെട്ടില്ല. അവര് തീരെ ഹെൽപ്പ് ചെയ്തില്ല. അവരിങ്ങനെ മാറി നിന്നു. അങ്ങനെ ഇത് ഹൈദരലിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി. ആൻഡ് ഹി വെയിറ്റ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് മാഹി പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ മലയാളികൾക്ക്. മാഹി ആര് അറ്റാക്ക് ചെയ്തത്? മാഹി അറ്റാക്ക് ചെയ്തത് ബ്രിട്ടീഷ്. അപ്പൊ നമുക്ക് തോന്നുന്നു ബ്രിട്ടീഷ് മാഹി അറ്റാക്ക് ചെയ്തതിന് എന്താ പ്രശ്നം എന്നുള്ളത്. ഈ മാഹി എന്ന് പറയുന്നത് ഹൈദർ അലിയുടെ കീഴിലുള്ള സംഭവമാണ്. ഇത് ആർക്ക് കൊടുത്തതാണ്? ഫ്രഞ്ചിന് കൊടുത്ത സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് മാഹി അറ്റാക്ക് ചെയ്തപ്പോ ഹൈദർ അലി ഡിക്ലെയർ എ വാർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ 1780 1780 പറഞ്ഞു, നിങ്ങൾ അറ്റാക്ക് ചെയ്ത മാഹി എന്റെ ടെറിട്ടറിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വീണ്ടും യുദ്ധം വരികയാണ്. ഒരു സൈഡില് ഇംഗ്ലീഷ്, മറ്റൊരു സൈഡില് മൈസൂർ, നൈസാം, മറാത്ത. ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള കാര്യം, ഇവരുടെയൊക്കെ മൂല്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന സംഭവമാണ്. അതായത് ആദ്യത്തെ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ കൂടെ നിന്നു നൈസാമും മറാത്താസും. പിന്നെ മൈസൂർ പറഞ്ഞു നിങ്ങൾ ഒരു ചെറിയ ഇതിലൂടെ ആ അലയൻസ് പൊളിക്കുകയാണ് ചെയ്തത് നൈസാമും മറാത്താസുമായിട്ട്. രണ്ടാമത്തെ യുദ്ധത്തില് ഇംഗ്ലീഷുകാരുടെ ഒപ്പമല്ല മൈസൂറിന്റെ ഒപ്പമാണ് നൈസാമും മറാത്താസും നിൽക്കുന്നത്. ഇനി അടുത്ത വരുന്ന യുദ്ധങ്ങളില് ബ്രിട്ടീഷുകാരൊപ്പമാണ് നൈസാമും മറാത്താസും ഒക്കെ നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ മൂല്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത, എങ്ങനെ എന്റെ തൊട്ടടുത്തുള്ളവനെ നശിപ്പിക്കാം, എന്നിട്ട് ആ ടെറിട്ടറി കൂടി എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത ഓരോ നാട്ടുരാജ്യങ്ങളുടെയും മനസ്സിൽ ശക്തമായിട്ടുള്ളത് കൊണ്ടാണ് വിദേശ ശക്തികളായിട്ടുള്ള ഇതുപോലുള്ള ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഒക്കെ ഇന്ത്യയിൽ വന്ന് ഒരു ആധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യയിൽ വന്ന് ഇവിടെ പിടിച്ചെടുത്ത് ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റം അവർ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത്രയും പവർ കിട്ടിയത് നമ്മളുടെ നാട്ടുരാജ്യങ്ങളുടെ അനാസ്ഥ മാത്രമായിരുന്നു. അവർക്കൊരു യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നു. ദെൻ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ, ആർക്കോട്ടില് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആർക്കോട്ടിൽ വെച്ച് ഹൈദർ അലി ഡിഫീറ്റഡ് ബ്രിട്ടീഷ്. പക്ഷെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഹൈദർ അലിക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ 1782 1782 ഹൈദർ അലി മരണപ്പെട്ടു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈദർ അലി മരണപ്പെട്ടത് യുദ്ധത്തിലല്ല കേട്ടോ, അത് ഓർത്തിരിക്കണം, മാറിപ്പോകരുത്. ഇൻ 1782 ഹൈദർ അലി മരണപ്പെട്ടു, ബട്ട് നോട്ട് ഇൻ എ വാർ, ഒരു യുദ്ധത്തിലല്ല. അതിനുശേഷം ഹൈദർ അലിയുടെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ ഈ യുദ്ധം ഏറ്റെടുത്ത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കുന്നത് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. ട്രീറ്റി ഓഫ് മാംഗ്ലൂർ വഴിയാണ് ഈ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കുന്നത്. ട്രീറ്റി ഓഫ് മാംഗ്ലൂർ വഴി, അത് ഓർത്തിരിക്കുക. ഇൻ 1784. അപ്പൊ ഫസ്റ്റ് വാർ അവസാനിച്ചത് ഏത് ട്രീറ്റിയാണ്?
സെക്കൻഡ് വാർ അവസാനിച്ചത് ഏത് ട്രീറ്റിയാണ് എന്നൊക്കെ ഓർത്തിരിക്കാം. ദെൻ മൂവ് ടു തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ 1786 to 1793 ആണ്. 1786 to 1793. ഇവിടെ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ്, മറാത്ത, ഇവിടെ ഇവരൊരു അലയൻസ് ആയി. ബ്രിട്ടീഷ്, മറാത്താസ്, നൈസാം. ഇപ്പൊ അത് മൈസൂറിന് വേണ്ടി ടിപ്പു. ഓക്കെ, ശരി. ഇവിടെ ഇനി സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ടിപ്പു ഫ്രഞ്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് തന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്രഞ്ചിനായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു മൈസൂറിന് ആദ്യം മുതലേ, ഹൈദരാലി മുതലേ നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. ഈ സമയത്താണ് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി കാത്തു നിൽക്കാണല്ലോ, ഈ സമയത്ത് ടിപ്പു ട്രാവൻകൂർ അറ്റാക്ക് ചെയ്തു. ട്രാവൻകൂർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം, ഇപ്പോഴത്തെ കൊച്ചി ഒക്കെ ഉൾപ്പെടുന്ന ട്രാവൻകൂർ ഏരിയ അറ്റാക്ക് ചെയ്തു. ഈ ട്രാവൻകൂർ അറ്റാക്ക് ചെയ്തപ്പോ ബ്രിട്ടീഷുകാർക്ക് പ്രശ്നമായി. കാരണം ബ്രിട്ടീഷുകാരും ട്രാവൻകൂറും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. നമ്മുടെ ട്രാവൻകൂറിൽ നമ്മുടെ പഴശ്ശിരാജയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴശ്ശിരാജയിലൊക്കെ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ അത് പറയുന്നത്. ട്രാവൻകൂറും ഇപ്പൊ ഈ പറയുന്ന സ്വാതി തിരുനാളും ചിത്തിര തിരുനാള് ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകളൊക്കെ നിങ്ങൾ PSCക്ക് വേണ്ടി നോക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പഠിക്കാറുണ്ടാവും. ഇവര് നമുക്ക് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. അതായത് ഒരു ഫ്രണ്ട്ലി അലയൻസ് ആയിരുന്നു ട്രാവൻകൂറും ബ്രിട്ടീഷും തമ്മിൽ. അപ്പോ ഈ ട്രാവൻകൂർ ടിപ്പു അറ്റാക്ക് ചെയ്തപ്പോ 1790 ലോർഡ് കോൺവാലിസ് ഡിക്ലെയർ വാർ. 1790 കോൺവാലിസ് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ അടുത്ത യുദ്ധം വരുന്നു. രണ്ട് സൈഡിലും ഒരുപാട് നാശനഷ്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായി. 1792 ഈ ഒരു തേർഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിച്ചത് വിത്ത് ഫേമസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫേമസ് ശ്രീരംഗപട്ടണം ട്രീറ്റി. ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് പറയുന്നത് ടിപ്പുവിന്റെ എന്താ പറയാ അടിത്തറ ഇളക്കിയ ഒരു ട്രീറ്റി ആയിരുന്നു. ഈ ട്രീറ്റി പ്രകാരം ടിപ്പു ഹാഡ് ടു സാക്രിഫൈസ് ഹാഫ് ഓഫ് ഹിസ് ടെറിട്ടറി. അദ്ദേഹത്തിന്റെ ടെറിട്ടറിയുടെ പകുതിയോളം ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അതിൽ മലബാർ വരുന്നുണ്ട്, കൂർഗ് വരുന്നുണ്ട്, ദിണ്ടിഗൽ വരുന്നുണ്ട്. അപ്പൊ ഓർത്ത് വയ്ക്കുക, നമ്മളിപ്പോ നേരത്തെ കണ്ട മാപ്പിൽ നിന്ന് ഓരോ ഏരിയ ഇങ്ങനെ ഡിസപ്പിയർ ആയിട്ട് പോകുന്നതായിട്ട് ഓർത്തിരിക്കുക. അത് എങ്ങനെ ഒരു ചുരുങ്ങി വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മലബാർ പോയി, അതായത് ഞാൻ കാണിച്ചു തന്നു മലബാർ വരെയുള്ള റീജിയൻ അവര് അത് കംപ്ലീറ്റ് പോയി. പിന്നെ കൂർഗ് നമുക്കറിയാം എവിടെയാണ്, കൂർഗ് പോയി. ദിണ്ടിഗലൊക്കെ പോയി. അങ്ങനെ ടിപ്പുവിന്റെ വളരെ ഹാഫ് ഓഫ് ടെറിട്ടറി നഷ്ടപ്പെട്ടു ഈ ഒരു ശ്രീരംഗപട്ടണം ട്രീറ്റി പ്രകാരം. മാത്രമല്ല ഇതിന് ഇയാൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നത് 3 കോടി രൂപയാണ്. ഇന്നത്തെ 3 കോടി അല്ല, അത് ഓർക്കണേ. 1790 3 കോടിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് 10 രൂപയ്ക്കൊക്കെ മീൻ വാങ്ങിയതൊക്കെ ഓർമ്മയുണ്ടാവും. ഇന്ന് മീനിന് എത്ര രൂപയായിരുന്നു? അപ്പൊ അന്ന് 10 രൂപയ്ക്ക് എത്ര വില ഉണ്ടായിരുന്നു? ഇത് 1790 നമ്മുടെയൊക്കെ മുതുമുത്തച്ഛന്മാര് പോലും ജനിച്ചിട്ടില്ല. ആ സമയത്ത് 3 കോടി രൂപ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല ഈ 3 കോടി രൂപ കൊടുക്കുന്നത് വരെ ടിപ്പുവിന്റെ 2 മക്കളെയും ബ്രിട്ടീഷുകാരെ തടവിലാക്കി. അപ്പൊ ടിപ്പുവിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർത്തും അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ട്രീറ്റി ആയിരുന്നു ശ്രീരംഗപട്ടണം ട്രീറ്റി. അതോട് കൂടിയിട്ടാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീരംഗപട്ടണം ട്രീറ്റി. ദെൻ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വർഷം 1799 ആണ്. 1799. ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി പ്രകാരം എല്ലാം നഷ്ടപ്പെട്ട ടിപ്പു എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ തിരിച്ചടിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു.
ആ സമയത്ത് നമ്മള് ലാൻഡ് റവന്യൂ സിസ്റ്റംസ് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ റിവോൾട്ടിന്റെ കോഴ്സസിൽ പഠിക്കുന്ന ഒരു സംഭവമുണ്ട്, സബ്സിഡിയറി അലയൻസ്. നിങ്ങൾക്ക് പറയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സബ്സിഡിയറി അലയൻസ്, ഈ സബ്സിഡിയറി അലയൻസ് വെല്ലസ്ലി കൊണ്ടുവന്നതാണ്. ലോർഡ് വെല്ലസ്ലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. 1730 ഒരു മിനിറ്റ്, അതിന്റെ 1739 ഞാൻ പറയാം. ലോർഡ് വെല്ലസ്ലി ആണ് സബ്സിഡിയറി അലയൻസ് കൊണ്ടുവന്നത്. അത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്നു ഈ സബ്സിഡിയറി അലയൻസ്. മൈസൂർ, അതായത് ടിപ്പു സൈൻ ചെയ്യാൻ തയ്യാറായില്ല. ആ സബ്സിഡിയറി അലയൻസിൽ ആദ്യമായിട്ട് സൈൻ ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് നൈസാമാണ്. ഓക്കെ, അപ്പൊ ഇത് ചോദ്യമാണ്. സബ്സിഡിയറി അലയൻസിൽ ആദ്യമായി സൈൻ ചെയ്തത് ഏത് നാട്ടിലാണ്? ഹൈദരാബാദ് നൈസാം. അതിൽ സൈൻ ചെയ്യാത്ത ഇതിൽ പെട്ടതാണ് മൈസൂർ എന്ന് പറയുന്നത്. ഈ സമയത്ത് ടിപ്പു നിരന്തരം സഹായങ്ങൾ ചോദിച്ച് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. കാബൂൾ, കോൺസ്റ്റാന്റിനോപ്പിൾ, അറേബ്യ, ഫ്രാൻസ്, ഇവരോടൊക്കെ എന്ത് ചെയ്തു? സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് പരാജയപ്പെട്ടു, അദ്ദേഹത്തിനെ കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ തന്നെ. ആൻഡ് അദ്ദേഹത്തിന്റെ ഫാമിലിയെ കംപ്ലീറ്റ് ആദ്യം വെല്ലൂരിലേക്ക് നാടുകടത്തി, വെല്ലൂരിൽ നിന്ന് പിന്നീട് കൊൽക്കത്തയിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. ഈ കൊൽക്കത്തയിലേക്ക് നാട് കടത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷുകാരും ഹൈദരാബാദ് നൈസാമും കൂടെ ഈ ഒരു ടിപ്പുവിന്റെ കംപ്ലീറ്റ് സാമ്രാജ്യം, ഞാൻ ആദ്യം മാപ്പിൽ കാണിച്ചിരുന്ന കംപ്ലീറ്റ് സാമ്രാജ്യം ഷെയർ ചെയ്തു. ഇവരുണ്ട് ബ്രിട്ടീഷുകാരും ഹൈദരാബാദ് നൈസാമും കൂടെ ഷെയർ ചെയ്തു. എന്നിട്ട് വളരെ ചെറിയ, ഇപ്പൊ നമ്മൾ കാണുന്ന മൈസൂർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ടൂറൊക്കെ പോകുന്ന മൈസൂർ ഏരിയ, ആ വളരെ ചെറിയ ഏരിയ മാത്രം മൈസൂർ ആയിട്ട് നിലനിർത്തുകയും മൈസൂരിലെ ഞാൻ ആദ്യം പറഞ്ഞു അതിന്റെ ഒറിജിനൽ ആളുകൾ വൊഡയാർ ഫാമിലിയാണ്. ഈ വൊഡയാർ ഫാമിലിയിലെ ഒരു ചെറിയ പയ്യനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവനെ അവിടുത്തെ കിങ് ആയിട്ട് വെച്ചു. അതായത് ഒരു നല്ല പേരിന് വേണ്ടിയിട്ട് വൊഡയാർ ഫാമിലിക്ക് തന്നെ റീപ്ലേസ് ചെയ്ത് നമ്മൾ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി വൊഡയാർ ഫാമിലി വെച്ചു. ആൻഡ് ഹീസ് എ പപ്പറ്റ്, ഒരു പപ്പറ്റ് ആയിരുന്നു. ഈ ബ്രിട്ടീഷുകാർ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ടിപ്പു എതിർത്ത ഈ സബ്സിഡറി അലയൻസ് ആരെ കൊണ്ട് സൈൻ ചെയ്യിച്ചു? ഈ പപ്പറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. അങ്ങനെ മൈസൂരും ഈ ഒരു സബ്സിഡറി അലയൻസിൽ സൈൻ ചെയ്തു. ഇത്രയൊക്കെയാണ് നമ്മുടെ എല്ലാ ആംഗ്ലോ മൈസൂർ വാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ആംഗ്ലോ മൈസൂർ വാർ, കർണാട്ടിക് വാർ. ഇത് രണ്ടിനെയും കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഞാൻ ഇനി ഇതിന്റെ നോട്ട് ഞാൻ അയച്ചു, അപ്പൊ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങള് ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? എല്ലാരും അൺമ്യൂട്ട് ചെയ്തോളൂ. ആ കിങ്ങിന്റെ പേരെന്താ? മറ്റേ മൈസൂർ, അത് അറിഞ്ഞിരിക്കണോ? ഏതാ? മൈസൂർ ഒരു പപ്പറ്റ് സാറ് പറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിന് അത് അത്ര ഹൈലൈറ്റ് ചെയ്ത സംഭവമല്ല. അത് ചെറിയൊരു ഫാക്ട് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വൊഡയാർ ഫാമിലിയാണ് കഴിഞ്ഞ CGL ചോദിച്ച ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ആരായിരുന്നു ഒറിജിനൽ ഇതിന്റെ? ഞാൻ കഴിഞ്ഞ 2018 CGL ഉണ്ടായിരുന്ന ക്വസ്റ്റൻ ആണ്. Any other doubts? Okay. ഇനി ഇതിന്റെ സംഭവങ്ങള് ഇനി കുറച്ച് ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കർണാട്ടിക് വാറിൽ ലാസ്റ്റ് ബാറ്റിൽ ഓഫ് പ്ലാസി പറഞ്ഞു. അതോടുകൂടി ബ്രിട്ടീഷുകാർ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സ് ആണ് പിന്നെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉള്ള ടാക്സ് കളക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് സമയം പ്രത്യേകമായി ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനെ കുറിച്ചും ഇതിനൊക്കെ വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക്
ഇപ്പൊ ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അതായത് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ റിവോൾട്ടിനെ കുറിച്ച്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഞാനത് ആദ്യം എടുത്തിട്ടില്ല കാരണം നമ്മുടെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഉടനെ ലോക്ക്ഡൌൺ വന്നു, അതുകൊണ്ട് അവർക്ക് ആ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഞാൻ അതിന് ശേഷം എടുക്കാന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്കത് സുഖമായിട്ട് ഞാൻ എടുത്തു തരാം. റിവോൾട്ട് ഓഫ് 1857, അതുപോലെ തന്നെ അതിന്റെ റൂട്ട് കോസസ് എന്തൊക്കെയാണ്, അത് അടുത്തൊരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഏതായാലും ഇതോടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കാര്യങ്ങളാണ്, ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് ആൻഡ് റിവിഷൻ ക്ലാസ് ആയിരിക്കും അടുത്തത് ഉണ്ടാവാം. അത് ഞാൻ വെരി നെക്സ്റ്റ് ഡേ, ഒന്നുകിൽ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് തീർത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഐറിൻ മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ഉറങ്ങിപ്പോയോ ഇടയ്ക്ക്? ഇല്ലല്ലോ. താങ്ക് യു സാർ.